അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞൂൻ്റെയും ആച്ചുട്ടൻ്റെയും ഊഞ്ഞാലാട്ടം. ഊഞ്ഞാല ഞങ്ങളിവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടിയിട്ടാ. എന്നിട്ട് ഞാനിന്ന് വടക്കാഞ്ചേരി പോയപ്പോൾ ഒരു 2 മീറ്റർ കയറ് മേടിച്ചിട്ട് കെട്ടി കൊടുത്തതാണ്. ഇതുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒതുങ്ങിയിരിക്കും. TV ഇല്ലാത്ത കാരണം മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കില്ല. ഇവിടെ ചേരേനെ കാണുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഊഞ്ഞാലുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആടിക്കോളും. പിന്നെ ഇതാ ഇഷമോൾക്ക് കുറവ് ഉണ്ട്, എന്നാലും ഇങ്ങനെ മുഖം ഒരു വീർപ്പുണ്ട്. അത് കാരണം ഇവിടെ ഒതുങ്ങിയിരിക്കട്ടാ. വല്ലാണ്ട് ഒതുങ്ങിയിരിക്കണമൊന്നുമില്ല. ഒതുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം ഒതുങ്ങിയിരിക്കുള്ളൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എപ്പോഴും. ഇവിടെ ഭയങ്കര പാട്ടായിരുന്നു കേട്ടാ. പെരിയോനെ എന്നുള്ള പാട്ട് നിർത്തുന്നേയില്ല. ഇതിന് ക്യാമറ കണ്ട ഗോഷ്ടി കൂടുതലാ. അപ്പൊ ഞാൻ വെറുതെ വീഡിയോ എടുത്തപ്പോ അവൾക്കൊക്കെ മറന്നൊക്കെ കയ്യിൽ. TV ഇല്ലാത്തോണ്ട് ഭയങ്കര ഇടങ്ങറാട്ടാ. ഇവര് ഇങ്ങനെ 3 ആളും ഇങ്ങനെ അടുത്തുനിന്ന് മാറുന്നില്ല, പിന്നാലെ നടക്കുക. ഇനി എന്നിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തു, എന്നിട്ടും കാര്യമൊന്നുമില്ല. ആയിഷമോള് ലൈറ്റുമ്പോ കളിക്കില്ല. ഇപ്പൊ രാത്രിയായ കാരണം. അല്ലെങ്കിലും അതെ, ഫോണിന്റെ ലോക്കാ തുറന്നു കഴിഞ്ഞാൽ എവിടുന്നാണാവോ ഈ ചക്കയുടെ മുകളിൽ ഈച്ച പൊതിയില്ലേ, അതുപോലെ അങ്ങോട്ട് 3 ആളും വന്ന് അങ്ങോട്ട് പൊതിയും. നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികൾ ഇങ്ങനെയാണോ? ഫോണിന്റെ എല്ലായിടത്തും ചിലപ്പോൾ ഇതുപോലൊക്കെ തന്നെയാവും. ഇവിടെ ഉച്ചയായി എന്താ പണിന്ന് അറിയാം. ഉച്ചക്ക് ചോറുന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം കിടക്കില്ല. അപ്പൊ എന്റെ തല മസാജ് ചെയ്ത് തരാൻ കുറെ ആൾക്കാരാ എന്താ പറയാ ചുറ്റോറിയിരുന്നിട്ട് ഇങ്ങനെ തല മസാജ് ചെയ്ത് തരും. തല മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരുമല്ലോ. ഞാൻ ഉറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ തള്ളാര് കുട്ടികൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് കുട്ടീനെ പതുക്കനെ കുട്ടിയുടെ അടുത്ത് എണിച്ചു പോലേ, അതുപോലെയാണ് ഇവിടെ ഇഷമോളും കുഞ്ഞും എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഇന്നെ ഉണർത്താതെ മെല്ലെ എണിച്ചു പോവട്ടാ. അത്രയ്ക്ക് സൂത്ര ഫോൺ കിട്ടാൻ വേണ്ടിട്ട്. ഇവിടൊക്കെ വിഷു കഴിഞ്ഞിട്ടും പടക്കം പൊട്ടില് നിന്നിട്ടില്ല കേട്ടാ. ഇവിടെ ചുറ്റോറ ഭയങ്കര പടക്കം പൊട്ടിക്കില്ല. 2ാം വിഷുവാ? അങ്ങനെ ഒരു വിഷു ഒന്നുമില്ല. 2ാം വിഷു അത്ര. ആരാ പറഞ്ഞ് അത് പടക്കം ബാക്കിയുള്ള പൊട്ടിക്കല്ലാണ്ട് 2ാം വിഷു ഒന്നുമില്ല. 2ാം ഓണം എന്നൊക്കെ പറയണ പോലെ അല്ലേ, 2ാം പെരുന്നാൾ എന്നൊക്കെ പറയണ പോലെ 2ാം വിഷു ഉണ്ടിച്ചിട്ടിരിക്കുന്നത്. അതിന് വല്ലാത്ത പൊട്ട. 2ാം ദീപാവലി ഉണ്ട്, 2ാം ക്രിസ്മസ് ഉണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് രാവിലെ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷമോളിന്റെ ഒപ്പം തന്നെ എണിച്ചു വന്നിട്ടുണ്ട്. ഇഷമോൾക്ക് രാത്രി കിടക്കുമ്പോ തന്നെ എന്നോട് പറഞ്ഞ് എന്നെ നേരത്തെ വിളിക്കണം, എനിക്ക് വിശക്കുള്ളൂ, അപ്പൊ ഉമ്മച്ചിയുടെ ഒപ്പം എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നതാ. പക്ഷെ ഞാൻ വിളിച്ചൊന്നുമില്ല കേട്ടാ. മറ്റപ്പതാ എനിക്ക് വന്ന് പല്ല് തേച്ച് ചായയൊക്കെ കുടിച്ചു. അപ്പൊ അവള് പറയണത് ഞാൻ മിറ്റടിച്ചു വരാ, ഉമ്മച്ചി ഇഡ്ഡലി ഉണ്ടാക്കുകയല്ലേ. അപ്പൊ അവള് മിറ്റടിക്കുമ്പോ അവൾക്ക് എന്നെ പോലെ ഷാള് കെട്ടണം. ഉമ്മച്ചി കെട്ടാറുള്ള പോലെ കെട്ടിത്തായോ പറഞ്ഞു. അപ്പോൾ അത്ര മിറ്റടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാന് അതുപോലെ കെട്ടി കൊടുക്കട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് മുണ്ടിനീരുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഇവിടത്തൊക്കെ മുഖത്തൊക്കെ ഏകദേശം പോയി. ഇനിയിപ്പൊ ഈ കഴുത്തിലും കൂടി ഉള്ളോട്ടാ. അത് കഴിഞ്ഞാ മാറും. മദ്രസ തുറക്കുമ്പോഴേക്കൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പൊ അവള് എന്താ പറയാ മിറ്റടിക്കാൻ പോവാ. ആ ചൂലിന്റെ കെട്ടൊന്നും അയക്കരുതട്ടാ. അയക്കോ? അന്ന് നീ ആ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ അടുപ്പും തറയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കാട്ടോ, നമുക്ക് ഇരുന്നിട്ട് ചെയ്യാം. മിറ്റൊക്കെ അടിച്ച് വന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാ നമുക്ക് ഇരുന്ന് പാചകം ചെയ്യാം. ഇഡ്ഡലി ഇഷമോളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞതിൻ്റെ അടുത്ത് ഇന്നലെ രാവിലെ പറഞ്ഞ ഇഡ്ഡലി ഉണ്ടാക്കാൻ. അപ്പോൾ മിഞ്ഞാന്ന് അരി വെള്ളത്തിലിടാൻ മറന്നു. ഇന്നലെ ഞാന് അരിയൊക്കെ വെള്ളത്തിലിട്ടു. അപ്പൊ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വെച്ചു. കുഞ്ഞുനൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ല കേട്ടോ ഇഡ്ഡലി.
അവന് ദോശ, അരി അരച്ചിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടാ. അപ്പൊ എന്തായാലും ഷമോൾക്ക് എന്താ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി തിന്നാൻ പറ്റുന്നില്ല. അവൾക്ക് ഇവിടെ ചവയ്ക്കുമ്പോക്കെ വേദന ഉണ്ട്. എനിക്കൊക്കെ ഇത് ചെറുപ്പത്തിൽ നല്ല വന്നിരുന്നു കേട്ടാ. ഈ ഞങ്ങളൊക്കെ തൊണ്ടി വീക്കം, താടി വീക്കൊക്കെ ഇത് പറയുന്നത്, മുണ്ടി നീര് എന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. ഇതൊക്കെ എനിക്കറിയില്ല, ഇതിന് മുണ്ടി നീര് എന്ന് പറയുന്ന എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് കണ്ണൻ ചിരട്ടല്ലേ, കണ്ണൻ ചിരട്ടയുടെ മുകളിൽ എന്ത് വള്ളിയാണാവോ കിട്ടുന്നത്, അത് ഓർമ്മയില്ല. ചാക്കുനൂല് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു വള്ളി കെട്ടിയിട്ട് കഴുത്തു കൂടെ ഇടും. അത് കഴുത്തു കൂടെ ഇട്ടിട്ട് നടക്കില്ല പണി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുട്ടിയായിരിക്കുമ്പോ. എന്നിട്ട് അതില് കണ്ണിമാങ്ങ കൊടുന്ന് ഇടും ആ ചിരട്ടയില്. എന്നിട്ട് അതിൽ ഉപ്പ് ഇട്ടും ആ ചിരട്ടയുടെ ഉള്ളില്. എന്നിട്ട് അത് കൊണ്ട് നടന്ന് തിന്നിലായിരുന്നു പണി. പക്ഷെ മോളൊക്കെ പ്രായത്തിലിട്ടാ എനിക്ക് വന്നിരുന്നു. പിന്നൊന്നും വന്നിട്ടില്ല, വലുതായതിനു ശേഷം ഒന്നും വന്നിട്ടില്ല കേട്ടോ. വിഷമോൾക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരുവിധമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ട്. ആദ്യമൊന്നും ഇത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് ഉണ്ടായിരുന്നില്ല ആർക്കും. നമ്മള് കുത്തിവെപ്പൊക്കെ എടുക്കണതല്ലേ കുട്ടികൾക്ക്. ഇപ്പതാ വീണ്ടും ഇത് വന്നിട്ടുണ്ട്. അവിടെ ശില്പയുടെ മക്കൾക്കൊക്കെ വന്നു, ശില്പയ്ക്ക് വന്നു. പിന്നെ ശില്പയുടെ മക്കൾക്ക് എല്ലാവർക്കും വന്നിട്ടില്ല കേട്ടോ. ഓരോ മോൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അവൾക്കും. അതൊക്കെ മാറി കുറെ ദിവസം കഴിഞ്ഞിട്ടാട്ടോ അവര് വീട്ടിലേക്കൊക്കെ പോയതൊക്കെ. ഒരു വിഷുവിന് കുറച്ചു ദിവസം മുന്നേ പോയത്. പിന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് മാറിയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കുഞ്ഞൂന് ഇഡ്ഡലി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ദോശ ഉണ്ടാക്കി കൊടുക്കാട്ടോ. ചട്നി അരച്ചിട്ടില്ല, ചട്നി അരക്കണം ഇനി. ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വശം കാണുമ്പോ റിസോർട്ട് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പണ്ടുള്ള തറവാട് വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് തറവാട് വീടൊന്നും നമുക്ക് കാണാനില്ല. അതൊക്കെ പൊളിച്ച് ഇപ്പൊ അവിടൊക്കെ വലിയ ടെറസ് വീടൊക്കെ കയറ്റി ആൾക്കാർക്ക് ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റാത്ത ലെവലൊക്കെ അല്ലേ ഇപ്പൊ. ഇങ്ങനത്തെ വീടൊക്കെ അപൂർവമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോ ഈ വീട് ഇഷ്ടപ്പെടാൻ കാരണം കേട്ടോ. നല്ലൊരു വീടിന്റെ മുൻവശവും ഒക്കെ കണ്ടപ്പോ, മരങ്ങളും ഒക്കെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല സുഖം ഉണ്ടാവും, കിടന്നുറങ്ങാൻ നല്ല സുഖം ഉണ്ടാവും തോന്നി. നമുക്ക് വേണ്ടത് അതാണല്ലോ. എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം, ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കത്തിക്കല്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് പേർക്ക് വീട് ഇഷ്ടമായി പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വീടാന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ ഈശമോൾ എന്താ കാട്ടണം നോക്കട്ടെ ട്ടാ. മോള് മിറ്റടിച്ചു വരുന്നുണ്ട്. ഈശമോളെ അത് അധികാവും, മാറിക്കോട്ടെ. ഇവിടെ അടിച്ചു വരണ്ട, ഇവിടെ വെച്ച് ഇന്നലെ രാത്രി വൈകിട്ട് അടിച്ചതല്ലേ. ബാക്ക് വശം അടിച്ചു. ആ ചൂളിന്റെ ഈർക്കിലൊക്കെ അത് അവിടെ വീണെടുക്കണു. ഇങ്ങോട്ട് പോരെ. നോക്കി നായ നോക്കിയേ, അവിടെ നായ ഉണ്ട് നോക്ക്. ഇങ്ങോട്ട് പോരെ. നമുക്ക് ചട്നി അരക്കാനുള്ള തേങ്ങ ഉടച്ചു കൊടുക്കാം. ചിലപ്പോ തേങ്ങ ഉടക്കുന്ന സൗണ്ട് ആയിട്ട് ഇഷ്ടമോള് ഓടി വരും കേൾക്കാന്നുണ്ടെങ്കിൽ. അപ്പുറത്താണെങ്കിൽ കേൾക്കൂല. എന്തായാലും ഉടച്ചു നോക്കാം. ഒക്കെ പോയി. ഇഷാ കേക്കാലി. അപ്പൊ എന്തായാലും നമുക്ക് കുടിക്കാം. നല്ല മധുരം കേട്ടോ. അപ്പൊ എന്തായാലും ഇഷമോൾക്ക് എടുത്തേക്കാം. ഇഷമോളെ തേങ്ങ വെള്ളം വേണോ? എന്നാ വാ. തേങ്ങ കൊടുക്കുന്ന സൗണ്ട് കേട്ടെ. നമുക്ക് ഞാൻ മിറ്റടിച്ചിട്ടില്ല കേട്ടോ. മിറ്റം ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് മിറ്റടിക്കി വെച്ചിട്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് ആയത്തില് അടിച്ചു വരാലോ. അല്ലെങ്കിൽ അടിച്ചു വരുമ്പോ ചായയും കടി ഉണ്ടാക്കണ്ടേ എന്നുള്ളൊരു ഇതാവുമ്പോ ഇഡ്ഡലി ആവുമ്പോ എളുപ്പം കഴിയുമല്ലോ ഉണ്ടാക്കല്. ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ എനിക്ക് എണിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ കലക്കി വെച്ചിരിക്കണതല്ലേ.
ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ ചോറും കറിയും വെക്കില്ല. ചോറും കറിയൊക്കെ ഇനി ഉച്ചയ്ക്ക് വെക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അലക്കാണ്ട് കേട്ടോ. ഞാൻ 1.5 പടി അലക്കാറുള്ളൂ. അപ്പോൾ അത് അലക്കണം. പിന്നെ മുറ്റമൊക്കെ അടിക്കണം. അപ്പോൾ ഇനി മുറ്റത്തു നിന്ന് കയറുമ്പോൾ ഇത്തിരി സമയമാവും. ഇവിടെ അടിച്ച് വൃത്തിയാക്കണ്ടേ. അപ്പോൾ നമുക്ക് ആട്ടുകല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആട്ടുകല്ലൊക്കെ ഇനി കഴുകി വൃത്തിയാക്കി വെക്കണം. നമുക്കൊരു ദിവസം ആട്ടുകല്ലിൽ അരച്ചിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെക്കണം. കുറേ കാലമായി ആട്ടുകല്ലിലൊക്കെ ആട്ടിയിട്ട്, ചെറുപ്പത്തിലൊക്കെ ഞാൻ ആട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ അമ്മിയുണ്ട്. അമ്മിയുടെ മുകളിൽ നാളികേരവും മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തിയൊക്കെ അരച്ച് അമ്മിയുടെ മുകളിൽ നിന്ന് ചോറൊക്കെ വാരി കഴിക്കണം. ഇതൊക്കെ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അമ്മിയൊക്കെ നന്നായി ഒരു വട്ടം കഴുകിയതാണ്, ഒന്നും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കാണ്ട്. അതുപോലെ നമുക്കിവിടെ ആത്തച്ചക്കയുടെ മരം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓണറുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. പറഞ്ഞിട്ടില്ലല്ലോ ഞാനും. അപ്പോൾ ആത്തച്ചക്കയുടെ മരം ഉണ്ട്, 2-3-4 എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ നല്ല ഉണ്ടാവും എന്നാണ് അവിടുത്തെ താത്തൊക്കെ പറഞ്ഞത്. ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞ് കായ പൂവ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ആത്തച്ചക്കൊക്കെ തോനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. മഴ പെയ്യുമ്പോഴുണ്ടാവുക എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇരുമ്പാമ്പുളി വെച്ചെങ്കിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അച്ചാറിന് പാകമായിട്ടാണ് നിൽക്കുന്നത്. കറി വെക്കാൻ പറ്റില്ല, നല്ല വലുതായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ. ടാങ്കി വെള്ളമൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പറയുന്നുണ്ട് മീനിനെ വളർത്താമെന്നൊക്കെ പറയുന്നുണ്ട്. ടാങ്കി മുകളിൽ നമുക്ക് ടാങ്കി വേറെ ഉണ്ട്. അത് കൂടാതെ നമ്മൾ സിമെൻറ്റ് വെച്ച് കെട്ടിയിട്ടുള്ള ടാങ്കിയാണത്. പിന്നെ അത് ഐഷമോൾ അമ്മിത്തറയുടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ വീടും പരിസരവും എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞു. ഇഷ്ടമായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.